നമ്മൾ ഇന്ന് യാത്ര ചെയ്യാൻ പോകുന്നത് ഒരു നോൺ സ്റ്റോപ്പ് വണ്ടിയിലാണ്. മുംബൈയിലെ ബാന്ദ്രയിൽ നിന്നും രാജസ്ഥാനിലെ ജയ്പൂർ വരെ പോകുന്നത് എങ്ങും നിർത്താത്തൊരു നോൺ സ്റ്റോപ്പ് വണ്ടി. ബാന്ദ്ര ടെർമിനസ് ജയ്പൂർ നോൺ സ്റ്റോപ്പ് സൂപ്പർ ഫാസ്റ്റ് സ്പെഷ്യലാണ് നമ്മൾ യാത്ര ചെയ്യാൻ പോകുന്നത്. ഭയങ്കര റെയർ ഒരു സംഭവമാണ് ഇത്. ബാന്ദ്രയിൽ നിന്ന് വിട്ടാൽ പിന്നെ ജയ്പൂരിൽ നിർത്തത്തുള്ളൂ. ഒന്ന് ആലോചിക്കുക. എന്തായാലും അതിനിടയ്ക്ക് ക്രൂ ചേഞ്ചൊക്കെ നിർത്തും, അത് വേറെ കാര്യം. അപ്പോൾ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതൊരു വെറൈറ്റി അനുഭവമാണ്. നമ്മൾ സ്ലീപ്പർ ക്ലാസ്സിനാണ് ഇത്തവണ പോകുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് ബാന്ദ്ര ടെർമിനസിലാണ്. ബാന്ദ്ര ടെർമിനസിൽ നിന്ന് ഉച്ചയ്ക്ക് 2:40 ഈ വണ്ടി പുറപ്പെടുന്നത്. അപ്പോൾ പുതിയൊരു യാത്രാനുഭവമാണ് നമുക്കിന്ന് കിട്ടാൻ പോകുന്നത്. പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതാണ് നമ്മുടെ ആ ഒരു തീ വണ്ടി എന്ന് പറയുന്നത്. ബാന്ദ്രയിൽ നിന്ന് ജയ്പൂർ പോകുന്ന നോൺ സ്റ്റോപ്പ് വണ്ടി. എൻ്റെ ദൈവമായ എന്തായാലും LSP വണ്ടിയാണ്. നമ്മുടെ കോച്ച് ഏറ്റവും ഫ്രണ്ടിലാട്ടോ. S4 ആണ് ഏറ്റവും ഫ്രണ്ടിൽ. ഈ ജനറേറ്റർ കാർ അതിനെ തൊട്ട് പറയുന്നത് നമ്മുടെ കോച്ചാണ്. പോരെ സ്പെഷ്യൽ ട്രെയിൻ ആയതുകൊണ്ട് തന്നെ ചുമ്മാ തട്ടിക്കൂട്ട് ട്രെയിൻ ബോർഡാട്ടോ. ജയ്പൂർ ബാന്ദ്ര എന്നൊക്കെ പറഞ്ഞ് 09706 എന്നാണ് ഈ ഒരു നമ്മുടെ വണ്ടിയുടെ നമ്പർ. അപ്പോൾ ഇതാണ് നമ്മുടെ കോച്ച് ഏറ്റവും ഫ്രണ്ടിൽ. S4ലാണ്, സൈലോറാണ്. ലോക്കോ ഒന്നും വന്നിട്ടൊന്നുമില്ല. ലോക്കോ ഒക്കെ വരാൻ മിക്ക ടൈം എടുക്കും. വണ്ടി പൂട്ടിയിട്ടേക്കും, അതൊന്ന് ക്ലീൻ ചെയ്യുമായിരിക്കും വണ്ടി. നമ്മുടെ ബർത്ത് ഉണ്ട് ഇവിടെ കേട്ടോ, 15 സൈലോവർ. ഇതാണ് നമ്മുടെ ബർത്ത്. ഇതിലാകെ 4 സ്ലീപ്പർ മാത്രമേ ഉള്ളൂ. ബാക്കിയെല്ലാം AC ആണ്. AC-യും പിന്നെ ഒരു പാൻട്രി കാറും ഉണ്ട്. അതുകൊണ്ട് നമുക്ക് ഫുഡ് കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു. വേറെ ഫുഡ് ഓപ്ഷൻ ഒന്നുമില്ല. കാരണം ഇതിന് ജയ്പൂരെ സ്റ്റോപ്പുള്ളൂ, അതിനിടയ്ക്ക് സ്റ്റോപ്പില്ല. ക്രൂ ചേഞ്ചിലുള്ള സ്റ്റോപ്പ് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഫുഡ് ഇതിനകത്ത് കിട്ടുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഇതിന് AC കാലി കേട്ടോ. ചാർട്ട് വന്നപ്പോഴേ ACക്കകത്ത് ഇഷ്ടം പോലെ വേക്കൻസി ഉണ്ട്. പക്ഷേ സ്ലീപ്പർ ഫുള്ളാണ്. സ്ലീപ്പറും 3rd AC എക്കണോമി ഇതിന് ഫുള്ളാണ്. നമുക്ക് വണ്ടി എടുക്കുന്നതിന് മുമ്പ് ഇതിൻ്റെ പാൻട്രി പോയി നോക്കാം. പാൻട്രി എന്നിട്ട് ചോദിക്കാം അവരോട് പാൻട്രി ചാലു ആണോ എന്ന് ചോദിക്കാം. പാൻട്രി വർക്കിംഗ് ആണെങ്കിൽ സീനില്ല. അപ്പോൾ ഇതാണ് പാൻട്രി. ഞാൻ പാൻട്രി കയറി ചോദിച്ചു. അപ്പോൾ രാത്രി ഭക്ഷണം കിട്ടുമെന്ന് പറഞ്ഞു. അവിടെ ഫുഡൊക്കെ ഉണ്ടാക്കുന്ന സാധനങ്ങളും ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് സീനില്ല. ആദ്യമായിട്ടാണ് ഒരു സ്പെഷ്യൽ ട്രെയിനിൽ പാൻട്രി ഉള്ളത് കാണുന്നത് കേട്ടോ. അതും വർക്കിംഗ് പാൻട്രി ഉള്ളതുകൊണ്ട് സീൻ നമുക്ക് ഭക്ഷണം കിട്ടും. അപ്പോൾ ഇവിടെ നിന്ന് അങ്ങോട്ട് പിന്നെ AC ആണ് ഫുള്ള് കേട്ടോ. AC ആണ്. സ്ലീപ്പർ 4 എണ്ണേ ഉള്ളൂ. ഇതിന് ജനറൽ ക്ലാസ് ഒന്നുമില്ല. ഇത് ജനറൽ ഇല്ല. ഇതിന് സ്ലീപ്പറും AC മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് വലിയ ഉപകാരമാണ്. ജനറൽ ഇല്ല ഈ വണ്ടിക്ക്, ഫുള്ള് റിസർവ്ഡാണ്. ഇത് വണ്ടി നോർത്ത് വെസ്റ്റേൺ റെയിൽവേ ഓപ്പറേറ്റ് ചെയ്യുന്ന വണ്ടിയാണ്. അതായത് ജയ്പൂർ ഓപ്പറേറ്റ് ചെയ്യുന്നൊരു വണ്ടിയാണിത്. ജയ്പൂരിൻ്റെയാണ് വണ്ടി. ഇവരുടെ വെസ്റ്റേൺ റെയിൽവേയുടെ വണ്ടിയല്ല, ജയ്പൂരിൻ്റെ വണ്ടിയാണ്. സൺഡേ വൈകിട്ട് ജയ്പൂരിൽ നിന്ന് വിട്ട വണ്ടിയാണ്. മൺഡേ രാവിലെ എത്തിയിട്ട് മൺഡേ ഉച്ചയ്ക്ക് 2:40 ഇത് ഇവിടെ നിന്ന് പുറപ്പെടും. ട്യൂസ്ഡേ രാവിലെ ഒരു 8:45 ആകുമ്പോൾ ജയ്പൂരെത്തും. കോച്ചൊക്കെ പുറത്തോടെ നല്ല വൃത്തിയുണ്ട്. കാരണം നോർത്ത് വെസ്റ്റേൺ റെയിൽവേയുടെ വണ്ടി അത്യാവശ്യം നല്ല വൃത്തിയുള്ള വണ്ടിയാണ്. അപ്പോൾ ഇവർ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുമെന്ന് തോന്നുന്നു ആൾക്കാരൊക്കെ. നമുക്ക് എന്തെങ്കിലും കയറി ബാഗ് വയ്ക്കാം. ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. നല്ല അടിപൊളി ബർത്താണ്. നല്ല മെയിൻറ്റെയിൻഡ് സാധനമാണ്. സ്പെഷ്യൽ ട്രെയിനിനെയാണ്, ഓർക്കണം. ഇതാണ് നമ്മുടെ ബർത്ത് 15. 2024 ഉണ്ടാക്കിയൊരു സ്ലീപ്പർ കോച്ചാണ് നമ്മുടെ. എല്ലാം നല്ല പുതിയതാണ് കേട്ടോ. അത്ര പഴക്കമുള്ളതൊന്നുമല്ല. എല്ലാം 24-25 മെയ്ഡ് കോച്ചുകളാണ്. നിങ്ങൾ കരുതും ഇപ്പോൾ എന്തിനാണ് ഇങ്ങനെ നോൺ സ്റ്റോപ്പായിട്ട് ഓടിക്കുന്നത്, എന്താണ് മെച്ചെന്ന്. ഈ ബാന്ദ്രയിൽ നിന്ന് അല്ലെങ്കിൽ മുംബൈയിൽ നിന്ന് ജയ്പൂരിലേക്ക് മാത്രമുള്ള ആൾക്കാരെ ഫോക്കസ് ചെയ്തുള്ള വണ്ടിയാണ് ഇത്. ജയ്പൂർ ഉണങ്ങിയ വണ്ടിയാണ്. അപ്പോൾ അവരുടെ ലക്ഷ്യം ജയ്പൂർ വരെയുള്ള ആൾക്കാർ മാത്രം ഈ വണ്ടിയിൽ കയറിയാൽ മതി. അതാണ് നോൺ സ്റ്റോപ്പ് ഇട്ടേക്കണത്. അതുമല്ല, ഈ റൂട്ടിൽ ഓടുന്ന വണ്ടികളിലെ ഫാസ്റ്റസ്റ്റ് വണ്ടിയേക്കാളും 2 മണിക്കൂർ സ്ലോ ഡൗൺ ആയിട്ട് ഇത് ഓടുന്നത്. അതായത് അതിനെക്കാട്ടി 2 മണിക്കൂർ സ്ലോവറാണ് വണ്ടി. അപ്പോൾ എനിക്ക് തോന്നുന്നു നല്ല സ്ലാക്ക് ടൈം ഉണ്ട് ഈ വണ്ടിക്ക്. ഓവർടേക്കൊക്കെ ഇഷ്ടം പോലെ കിട്ടും. കാരണം ഇത് സ്പെഷ്യൽ ട്രെയിനാണ്, അറിയാമല്ലോ. നല്ല പ്രയോറിറ്റി ഒന്നും കിട്ടത്തില്ല. അപ്പോൾ ഓവർടേക്കൊക്കെ ഇഷ്ടം പോലെ കിട്ടും. നമുക്ക് എവിടെയെങ്കിലൊക്കെ ഒതുക്കി കുറേ പുറകെ പോകുന്ന വണ്ടികളൊക്കെ കയറിപ്പോവും. പിന്നെ അത്യാവശ്യം സ്ലാക്ക് ടൈം ഉണ്ട്. അതുകൊണ്ട് ഇത് രാവിലെ 8:30 ആകുമ്പോൾ ജയ്പൂർ എത്തിച്ചാൽ മതി. എന്നാൽ നമുക്ക് കയറി യാത്ര ചെയ്യുമ്പോൾ അറിയാൻ പറ്റും ഇതിൻ്റെ പെർഫോമൻസ് എങ്ങനെയാണെന്ന്. നമ്മുടെ കോച്ചിൻ്റെ തൊട്ടടുത്താണ് ജനറേറ്റർ കാർ. അത് ഓൺ ആക്കിയിട്ടുണ്ട്. അയ്യോ, ഇത് അതിൻ്റെ ശബ്ദമായിരിക്കും. അത് ഓഫ് ചെയ്തില്ല ശബ്ദമായിരിക്കും. WP7 ലോക്ക് കൊടുക്കുകയാണെങ്കിൽ അത് ഓഫ് ചെയ്യും. കാരണം HOG കണക്ട് ചെയ്യുമല്ലോ. ഏത് ലോക്ക് കൊടുക്കുന്ന കാര്യത്തില്ലേ, ലോക്ക് ഇതുവരെ വന്നിട്ടില്ല. നമ്മുടെ ക്ലീൻ ചെയ്യുന്ന ചേച്ചിമാരങ്ങനെ വണ്ടിയൊക്കെ വൃത്തിയാക്കി സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ. ഫുള്ള് താഴെയൊക്കെ തുടച്ച് നല്ല വൃത്തിയാക്കിയിട്ടുണ്ട് വണ്ടി. നമ്മുടെ ഈ നോൺ സ്റ്റോപ്പ് വണ്ടി സഞ്ചരിക്കുന്നത് 1744 കിലോമീറ്ററാണ്. 18 മണിക്കൂർ 5 മിനിറ്റ് എടുത്തിട്ടാണ് സഞ്ചരിക്കുന്നത്. അതായത് ആവറേജ് സ്പീഡ് ഒരു 63 km/h വരും. സൂപ്പർ ഫാസ്റ്റിനെക്കാട്ട് കൂടുതൽ ആവറേജ് സ്പീഡുണ്ട്. എനിക്ക് 778 രൂപയാണ് ഈ യാത്രക്കാരൻ സ്ലീപ്പറിന്. സ്പെഷ്യൽ ഫെയർ ആണ്. പൈസ കൂടുതലാണ്. സ്പെഷ്യൽ ആയതുകൊണ്ട് തന്നെ ഇതിന് എങ്ങനെയാണ് പ്രയോറിറ്റി എന്നൊന്നും അറിയത്തില്ല. നമുക്ക് എന്തെങ്കിലും പോയി നോക്കുമ്പോഴേ അറിയാൻ പറ്റത്തുള്ളൂ. ഞാൻ എക്സ്പെക്ട് ചെയ്ത പോലെ തന്നെയാണ് നമ്മുടെ നോൺ സ്റ്റോപ്പ് സ്പെഷ്യൽ ഇവർ കൊടുത്തിരിക്കുന്ന ലോക്കോ ഉണ്ട്. ഒരു ഗുഡ്സ് ലോക്കോ ആണ്. WG9 ലോക്കോ ആണ് കേട്ടോ. ഗോമോ ഷെഡിൻ്റെ ഒരു
G9 ലോക്കോ ആണ്. ഭയങ്കര ശബ്ദമാണ് ജനറേറ്റർ കാരണം. നോക്ക്, ഹൈ റേസ് പാൻറ്റോഗ്രാഫ് ഉള്ളൊരു ഗോമോ ഷെഡിൻ്റെ WG9 ലോക്കോ ആണ് നമ്മുടെ സാരഥി. അപ്പോൾ നമ്മുടെ ബാന്ദ്ര ടെർമിനസ് ജയ്പൂർ നോൺ സ്റ്റോപ്പ് സ്പെഷ്യലിന് ജയ്പൂർ വരെ ഈ ലോക്കോ ആണ്. ഗോമോയുടെ 33509 എന്നാണ് ഈ ലോക്കോയുടെ നമ്പർ. WG9 HC എന്നാണ് ഈ ലോക്കോയുടെ മോഡൽ കേട്ടോ. ഇതിന് ആ ഗുഡ്സ് ലോക്കോ മതിയായിരിക്കും, കാരണം ഇതിന് എങ്ങും സ്റ്റോപ്പ് ഇല്ലല്ലോ. ക്രൂസ് ചേഞ്ചിന് മാത്രമേ നിർത്തത്തുള്ളൂ, പിന്നെ ഏതിലൊക്കെ വണ്ടിയുടെ തേപ്പ് കൊടുക്കാൻ വേണ്ടി നിർത്തും. അതുകൊണ്ട് വലിയ സീനില്ല. അതുമല്ല 18 മണിക്കൂർ സമയമുണ്ട്, 16 മണിക്കൂറൊക്കെ മതി ഈ റൂട്ടിലെ ഫാസ്റ്റസ്റ്റ് വണ്ടികൾക്ക് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതുകൊണ്ട് എന്തായാലും ഓൺ ടൈം എത്തുമായിരിക്കും. ആക്ച്വലി ഞാൻ ഈ വണ്ടിക്ക് ബുക്ക് ചെയ്യാൻ നേരത്ത് ഞാൻ ഈ ബുക്ക് ചെയ്യുന്ന ദിവസമായിരുന്നു ഈ വണ്ടിയുടെ ലാസ്റ്റ് റൺ, കാരണം സ്പെഷ്യൽ ട്രെയിൻ അല്ലേ. പിന്നെ ഇത് എക്സ്റ്റെൻഡ് ആക്കി ജൂൺ വരെ ഈ വണ്ടി ഇപ്പോൾ ഓടുന്നുണ്ട്. ഞാൻ നോക്കിയപ്പോൾ ജൂൺ 14 വരെ എങ്ങാണ്ട് എക്സ്റ്റെൻഡ് ആക്കിയിട്ടുണ്ട് വണ്ടി. അങ്ങനെ നമ്മുടെ ബാന്ദ്ര ടെർമിനസ് ജയ്പൂർ നോൺ സ്റ്റോപ്പ് സ്പെഷ്യൽ അങ്ങനെ യാത്ര ആരംഭിച്ചിരിക്കുകയാണ് WG9 ഗുഡ്സ് ലോക്കോ ആയിട്ട്. അപ്പോൾ ഈ വണ്ടി പോകുന്നത് ഇവിടെ നിന്ന് ഇനി വഡോദര, രത്ലം, ചിറ്റോർഗഡ്, പിന്നെ മഡർ ജംഗ്ഷൻ, അങ്ങനെ ആ അജ്മീറൊക്കെ ബൈപ്പാസ് ചെയ്ത് ആണ് ഈ വണ്ടി പോകുന്നത്. സാധാരണ വണ്ടികൾ പോകുന്ന റൂട്ടൊന്നുമല്ല, വേറെ പല റൂട്ടൊക്കെയാണ്. അങ്ങനെ നമ്മൾ ബാന്ദ്രയിൽ നിന്ന് പുറപ്പെട്ടിരിക്കുകയാണ് ഉച്ചയ്ക്ക് 2:40. ഇതിപ്പോൾ ബാന്ദ്രയിൽ നിന്ന് വിട്ട് വഡോദര വരെ നോർമൽ ഈ റൂട്ടിൽ പോകുന്ന വണ്ടികൾ പോകുന്ന പോലെ തന്നെ പോകുന്നത്, സെയിം റൂട്ട് തന്നെയാണ്. ഇനിയിപ്പോൾ നമ്മളിനി അങ്ങോട്ട് പോകുമ്പോൾ ഏതൊക്കെ വണ്ടി നമ്മൾ ഓവർടേക്ക് എടുക്കുന്ന നടത്തില്ല, കാരണം ഇത് സ്പെഷ്യൽ ട്രെയിൻ ആയതുകൊണ്ട് ഇതിന് വലിയ പ്രയോറിറ്റി ഒന്നും കിട്ടത്തില്ല. അപ്പോൾ ഇവിടെ നിന്ന് ഇനി കുറച്ചങ്ങോട്ട് പോകുമ്പോഴേക്കായിരിക്കും ഓവർടേക്കൊക്കെ തുടങ്ങുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞില്ലായിരുന്നു, സ്ലീപ്പറൊക്കെ ഫുള്ളായി, വണ്ടിക്കകത്ത് ആൾക്കാർ ഫുള്ളാണിപ്പോൾ. ജയ്പൂർ വരെ ആൾക്കാരുണ്ട് ഇത് ഫുള്ള്. വണ്ടി എടുത്ത് പിന്നെ ഫുള്ള് ഉരുട്ടലാണ് കേസ്. ഇതെന്തുവാണെന്തോ എന്നെ ഉരുട്ടലാണ്, എന്തോ അറിയത്തില്ല. മിക്കവാറും കുറച്ചുകൂടെ എൻ്റെ പറപ്പിക്കത്തുള്ളായിരിക്കും. വലിയ പറപ്പിലൊന്നും പ്രതീക്ഷിക്കുന്നുണ്ട്, കാരണം G9 അല്ലേ, 90 പ്രതീക്ഷിച്ചാൽ മതി, 90-100. ഞാനിപ്പോൾ നോക്കിയപ്പോഴേ നമ്മുടെ പുറകിൽ മുംബൈ സെൻട്രൽ അഹമ്മദാബാദ് ഡബിൾ ഡെക്കർ എക്സ്പ്രസ് ഉണ്ട്. അത് ബാന്ദ്ര കഴിഞ്ഞു. അപ്പോൾ അത് മിക്കവാറും കയറി പോകാൻ വേണ്ടിയായിരിക്കും ഇവിടെ പിടിച്ചിട്ടേക്കുന്നത്. അപ്പോൾ മിക്കവാറും അങ്ങ് അപ്പുറത്തോടെ ലൈനിൽ വല്ലതും കയറി പോകുമായിരിക്കും അത്, എന്നിട്ടായിരിക്കും നമ്മൾ പോകുന്നത് കേട്ടോ. ഞാൻ പറഞ്ഞില്ല അത് കയറി പോകുന്നത്. അങ്ങനെ വണ്ടി വീട്ടിലായതിനു മുന്നേ തന്നെ ഫസ്റ്റ് തേപ്പ് തുടങ്ങി. മുംബൈ സെൻട്രൽ അഹമ്മദാബാദ് ഡബിൾ ഡെക്കർ എക്സ്പ്രസ് ആണ് പോകുന്നത്. അപ്പോൾ കയറി പോവാണ്. ഞാൻ അതിൻ്റെ പുറകെ നമ്മൾ പോകും. ഇത് പിന്നെ ഓട്ടോമാറ്റിക് സിഗ്നലിംഗ് ആയതുകൊണ്ട് വേഗം വേണ്ടി പൊക്കോളൂ. ഓവർടേക്ക് അടിച്ചാൽ അധികം നേരം കിടക്കത്തൊന്നുമില്ല. ഇത് ആരുടെ ഇത് നോൺ സ്റ്റോപ്പ് എന്നൊക്കെ പറഞ്ഞിട്ട് പേരിട്ടത്? ഇത് വെറുതെ ആട്ടോ, പറ്റിക്കലടി വണ്ടി. ഇതിനായിട്ട് എടുത്തിട്ടില്ല വണ്ടി. ഇനിയിപ്പോൾ ഒരു വണ്ടിയും കൂടെ വരാനുണ്ടെന്ന് തോന്നുന്നു കണ്ടിട്ട്. ദാദറിന് 3 മണിക്ക് വിടുന്ന ഒരു അജ്മീർ സൂപ്പർ ഫാസ്റ്റ് ഉണ്ട്. മിക്കവാറും അതും കൂടെ കയറിപ്പോയിട്ട് ഇത് ഇവിടത്തുള്ളതെന്ന് തോന്നുന്നു. ഇതിനായിട്ട് എടുത്തിട്ടില്ല, ഇപ്പോൾ 3 മണി കഴിഞ്ഞ സമയം. അപ്പോൾ അതിൻ്റെ ഓവർടേക്ക് ഉടനെ ഇല്ലെന്ന് തോന്നുന്നു. നമുക്കിപ്പോൾ സിഗ്നൽ എടുത്ത് നമ്മളങ്ങനെ പയ്യെ എടുത്തിരിക്കുകയാണ്. പക്ഷേ കാണും കേട്ടോ, ഉടനെ തന്നെ അത് കയറിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. ലോക്കോ പൈലറ്റ് ഭയങ്കര വെറൈറ്റി ഹോണടിയൊക്കെ കേട്ടോ. നമ്മൾ ബസ്സിലടിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് അങ്ങനത്തെ ഹോണടിയൊക്കെ ഇടയ്ക്കിടയ്ക്ക്. ഇപ്പം നമ്മുടെ വണ്ടി ഒന്ന് സ്പീഡ് എടുത്ത് തുടങ്ങിയിട്ടുണ്ട്. ചായയൊക്കെ കൊണ്ടുവരുന്നുണ്ട്. ഞാൻ ഒരു ചായ മേടിച്ചു, കഴിക്കാനൊക്കെ കൊണ്ടുവരുമെന്നാണ് പറഞ്ഞത്. നമ്മൾ ചായ കൊണ്ടുവന്ന് ചായ മേടിച്ചു തരണം. ഇപ്പോൾ കുറച്ച് നേരമായിട്ട് നമ്മളിങ്ങനെ പയ്യാണ് പോകുന്നത്. നമ്മളിപ്പോൾ ബോറിവലി എത്തിയിരിക്കുകയാണ്. ബോറിവലി അത്യാവശ്യം ഒരു മെയിൻ സ്റ്റേഷനാണ്, എല്ലാ വണ്ടികൾക്കും സ്റ്റോപ്പുള്ളൊരു സ്റ്റേഷനാണ്. അപ്പോൾ ഇനി ഇത് കഴിഞ്ഞിട്ട് ഇനി വസായി കഴിഞ്ഞ് ഇനി നമ്മളങ്ങോട്ട് ആ മെയിൻ റൂട്ടിൽ കയറി ഓൾറെഡി.
വസായ കഴിഞ്ഞിട്ടാണ് ഇനി ലോക്കൽ ട്രെയിൻസൊക്കെ മാറി നമ്മുടെ പാസഞ്ചർ വണ്ടികൾ മാത്രമുള്ള റൂട്ടാവുന്നത്. ഇവിടെ ചവിട്ടിയിരിക്കുകയാണ്. അപ്പുറത്ത് മറ്റേ അജ്മീർ സൂപ്പർ ഫാസ്റ്റ് ഉണ്ട്, ദാദർന്ന് വിടുന്ന അജ്മീർ സൂപ്പർ ഫാസ്റ്റ് അപ്പുറത്ത് വരും, ഇതിനപ്പുറത്ത്. അപ്പോൾ അതെന്തായാലും കയറിപ്പോയിട്ട് ഇനി നമ്മൾ പോകത്തുള്ളൂ, കാരണം നമ്മളിവിടെ ചവിട്ടി. ഇവർ ഇടയ്ക്കിടയ്ക്ക് ചവിട്ടുന്നു, വീണ്ടും എടുക്കുന്നു. ഇപ്പുറത്തെ ഈ ഒരു വണ്ടി വന്നുകൊണ്ട് നമ്മൾ എടുത്തു കേട്ടോ. മറ്റേ അജ്മീർ സൂപ്പർ ഫാസ്റ്റ് ഇതിനായിട്ട് കയറിയിട്ടില്ല, അത് പുറകിലുണ്ട് ഇപ്പോഴും അത് കേട്ടോ. അതിനെ വിട്ടിട്ടില്ല ഇവർ. പറപ്പിക്കൽ തുടങ്ങിയ പോലെ പറപ്പിക്കൽ തുടങ്ങി. ഇപ്പൊ വെച്ച കൊടുക്കുവാണ്, കൈയൊക്കെ വീട്ടിലെ പോക്കാണ്. ഇപ്പൊ നല്ല വെച്ചരത്തുവാണ് നമ്മുടെ വണ്ടി. ഇത്രയും നേരം ഒന്ന് ഉരുട്ടായിരുന്നു, ഇപ്പൊ കീട്ടിലെ പോക്കാട്ടോ, നല്ല പോക്ക പോണേ. ഇപ്പൊ ലോക്കൽ ട്രെയിൻ നമ്മളും ഏകദേശം ഒരേ സ്പീഡിലാണ് പോകുന്നത്. അതാണ് കട്ടക്കട്ടൊക്കെ ഇരിക്കുന്നത്. ഇപ്പൊ അതിന്റെ സ്പീഡ് എന്ന് പറഞ്ഞപ്പോ നമ്മളായിട്ട് കയറുന്നുണ്ടോ? എന്തായാലും പൊളി, സ്പീഡ് പാരലുണ്ടോ അല്ലേ? നമ്മളിപ്പോ സ്കിപ്പ് അടിച്ചത് വസായിലോട് സ്റ്റേഷനാണ്. പോലെ എന്താ പോക്കാ പോണെന്ന് അറിയാമോ? ഓരോന്നൊക്കെ കഴിക്കാൻ കൊണ്ടുവരുന്നുണ്ട്. ഞാൻ അതുകൊണ്ട് ഒരു കട്ട്ലറ്റ് വാങ്ങിച്ചു. എനിക്ക് വിശക്കുന്നു, ഉച്ചയ്ക്ക് മര്യാദയ്ക്ക് അത് കഴിച്ചില്ലായിരുന്നു. ഒരു കട്ട്ലറ്റ് വാങ്ങിച്ചു കേട്ടോ. എനിക്ക് തോന്നുന്നില്ല ഇന്ത്യയിൽ ഇപ്പോൾ വേറൊരു സർവീസ് ഇങ്ങനെ ഇല്ലെന്ന്. അതായത് 1000 കൂടുതൽ കിലോമീറ്ററോളം നോൺ സ്റ്റോപ്പ് ഓടുന്ന ഒരു ട്രെയിൻ ഇന്ത്യയിൽ വേറെ ഇല്ല, എൻ്റെ അറിവിലില്ല. ഇതെന്തായാലും ഒരു വൻ സംഭവമാണ്. ഇപ്പോൾ നല്ല പോക്കാണ് പോകുന്നത്. ഇനി രാത്രിയിലൊക്കെ എവിടെയൊക്കെ പിടിച്ചിടണമെന്ന് അറിയത്തില്ല. നല്ല വണ്ടി, എനിക്ക് ഇഷ്ടപ്പെട്ടു. നല്ല റണ്ണാണ്, സ്മൂത്ത് റണ്ണാണ്. ഇത് 100 kmph പോകുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഭയങ്കര കംഫർട്ടാണ്. 130 പോകുമ്പോൾ കിടന്ന് ഇട്ടടിക്കുന്ന അല്ലാണ്ട് ഈ 100 പോകുമ്പോൾ നല്ല സുഖമാണ് കേട്ടോ. ഇവിടെ എക്സ്ട്രാ കുറേ ലൈനിൻ്റെയൊക്കെ പണി നടക്കുക. നോക്ക്, ഇതെനിക്കൊന്നും മറ്റേ DFCയുടെ പണി ആയിരിക്കണം. ഡെഡിക്കേറ്റഡ് ഫ്ലൈറ്റ് കോറിഡർ അല്ലേ, ഗുഡ്സ് മാത്രം പോകുന്ന ലൈനുണ്ട്, അത് പണിയുന്നതിൻ്റെ ആയിരിക്കണം മിക്കവാറും. വണ്ടി ഇപ്പോൾ കിടിലം പോക്കാണ് പോകുന്നത്. ആ G9 നമ്മുടെ P7 പോലെ തന്നെയാണ് നമ്മുടെ WG9 ലോക്കോ. നല്ല പിക്കപ്പാണ് അടിക്കുന്നത്, നല്ല പിക്കപ്പാണ്. ഇത് പിന്നെ ഗുഡ്സ് ലോക്കോ ആയതുകൊണ്ട് ഇവർ സ്പീഡ് റെസ്ട്രിക്റ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്, അതാണ് മെയിൻ പ്രശ്നം. നല്ല പവറുള്ള ലോക്കോ അല്ലേ G9 എന്ന് പറയുന്നത്. ഇതിൽ പിന്നെ എങ്ങും സ്റ്റോപ്പ് ഇല്ലാത്തതുകൊണ്ട് ഈ അല്ലാത്ത ആൾക്കാരൊന്നും കയറത്തൊന്നുമില്ല. നേരത്തെ ഒരാൾ കയറാൻ വന്നു ബോറിവലി നിർത്തിയപ്പോൾ. അപ്പോൾ ആൾക്കാർ പറയും ഇത് നോൺ സ്റ്റോപ്പാന്ന് പറഞ്ഞപ്പോൾ അവർ പോയി. പിന്നെ എവിടെയൊക്കെ നിർത്തുമ്പോൾ ആരും കയറാൻ വന്നാലേ ഉള്ളൂ. പക്ഷെ കയറിയാൽ പെട്ടുപോകും, എവിടെയൊക്കെ ഇറങ്ങണമെങ്കിൽ ബുദ്ധിമുട്ടാണ്. നമ്മളിവിടെ പാൽഗർ സ്റ്റേഷൻ്റെ ഹോം സിഗ്നൽ പിടിക്കുകയാണ്. കാരണം പാൽഗർ സ്റ്റേഷനിൽ നമ്മുടെ കൊച്ചുവേളി പോർബന്ദർ സൂപ്പർ ഫാസ്റ്റ് കിടപ്പുണ്ട്, അതിനവിടെ സ്റ്റോപ്പുള്ളതാണ്. അപ്പോൾ അതിൻ്റെ പുറകിലാണ് നമ്മൾ ഈ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുള്ളതുകൊണ്ട് നമ്മളിങ്ങനെ പയ്യെ പോവുകയാണ്. അവിടെ റെഡ് സിഗ്നലാണ് മുന്നിൽ.
അപ്പോൾ ഗ്രീൻ വീഴുമോ എന്നറിയാൻ വേണ്ടി നമ്മുടെ ലോക്കോ പൈലറ്റ് ഇങ്ങനെ പയ്യെ കൊണ്ടുപോകണം കേട്ടോ. നമുക്കങ്ങനെ ഡബിൾ യെല്ലോ സിഗ്നൽ വീണിരിക്കുകയാണ്. അപ്പോൾ നമ്മളിനി പയ്യെ ആയിരിക്കും ഇനി അങ്ങോട്ട് പോകുന്നത്. കാരണം മുന്നിൽ മറ്റേ വണ്ടി ഉള്ളതുകൊണ്ട് നമ്മളിനി ശക്കലൊന്ന് ഉരുട്ടു ഇനി കുറച്ച് നേരം. ഇതിലെ ടി ടി വന്നേ ജയ്പൂർ ഡിവിഷനിലെ ടി ടിയാണ്. എനിക്ക് തോന്നുന്നു അവിടെ നിന്ന് കയറുന്ന ടി ടി തന്നെയാണ് തോന്നുന്നു തിരിച്ചും പോകുന്നത് കേട്ടോ. പുള്ളി തന്നെയാണ് തിരിച്ചും. അവരുടെ പുള്ളിയുടെ ID കാർഡിലുണ്ട് NWR ജയ്പൂർ ഡിവിഷൻ എന്ന് പറഞ്ഞത്. ഇതേപോലെ തന്നെയാണ് നമ്മുടെ അവിടെ ഈ പ്രീമിയം ട്രെയിനുകളൊക്കെ ഉണ്ടല്ലോ. നമ്മുടെ അവിടെ എല്ലായിടത്തും ഈ രാജധാനി ദുരന്തോ പോലത്തെ പ്രീമിയം ട്രെയിനുകളിൽ ഇപ്പോൾ അത് മുംബൈയിൽ നിന്ന് അല്ലെങ്കിൽ ഡൽഹിയിൽ നിന്നൊക്കെ എടുത്താൽ ഡൽഹിയിൽ നിന്ന് എറണാകുളം വന്നിട്ട് അല്ലെങ്കിൽ കേരളത്തിലെവിടെയും വന്നിട്ട് തിരിച്ച് ഡൽഹി എത്തുന്നവരെ അവരുടെ ബേസ് എത്തുന്നവരെ ഫുൾ അവരായിരിക്കും. ആ ഒറ്റ ടി ടി തന്നെയായിരിക്കും. സാധാരണ നമ്മൾ ട്രെയിനുകളിലൊക്കെ ആണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ടി ടി മാറും ചാർട്ടിങ് സ്റ്റേഷനൊക്കെ കഴിയും തോറും. പക്ഷേ ഈ പ്രീമിയം ട്രെയിനുകൾ അങ്ങനെയല്ല. പ്രീമിയം ട്രെയിനുകളെല്ലാം അവരുടെ ബേസ് ഉണ്ടല്ലോ. ഇപ്പം നോർത്തേൺ റെയിൽവേയുടെ ടി ടി തന്നെയായിരിക്കും കേരളത്തിൽ വന്നിട്ട് തിരിച്ചു പോകുന്നവരെ. ഈ വണ്ടിയിലും അതുപോലെ തന്നെയാണ്. ജയ്പൂർ ഡിവിഷൻ്റെയാണ്. അപ്പം ജയ്പൂരിൽ നിന്ന് കയറിയ ടി ടി തന്നെയാണ് ബാന്ദ്ര വരെ വന്നിട്ട് തിരിച്ചു പോകുന്നതും പുള്ളി തന്നെയാണ് ഡ്യൂട്ടി ചെയ്യുന്നത്. ടോയ്ലറ്റിൻ്റെ അവസ്ഥയൊക്കെ ശോകമാണ് കേട്ടോ. വലിയ വൃത്തിയൊന്നുമില്ല, സ്മെല്ലൊന്നുമില്ല. ഓക്കെ യൂസ് ചെയ്യുക, അത്രേ ഉള്ളൂ. ഇതുവരെ നമ്മുടെ വണ്ടിക്ക് ഒരു തേപ്പും കിട്ടിയിട്ടില്ല. ഇത് കിട്ടുമോയെന്നും അറിയത്തില്ല, നോക്കാം എന്തായാലും. നമ്മളിപ്പോൾ വാപ്പി സ്കിപ്പ് അടിക്കാൻ പോവാണ്. വാപ്പി സ്റ്റേഷൻ അത്യാവശ്യം മെയിൻ ഒരു സ്റ്റേഷനാണ്. അത് നമ്മൾ സ്കിപ്പ് അടിക്കാൻ പോകാം കേട്ടോ. കാണിച്ചു തരാം. ഈ ഓട്ടോമാറ്റിക് സിഗ്നലിങ്ങിൻ്റെ ഒരു പ്രത്യേകതയാണ്. നമ്മളിപ്പം അതുൽ എന്നൊന്ന് സ്റ്റേഷൻ കഴിഞ്ഞു. ഇപ്പോൾ ഈ അതുൽ സ്റ്റേഷൻ കഴിഞ്ഞാൽ പിന്നെ തൊട്ടടുത്ത സ്റ്റേഷൻ വൽസാദാണ്. ഇപ്പോൾ ഈ പോർബന്ദർ ഉണ്ടല്ലോ, പോർബന്ദർ എക്സ്പ്രസ്, അത് വൽസാദിന് 4 കിലോമീറ്റർ മുമ്പുണ്ട്. ഇപ്പോൾ നമ്മളാണെങ്കിൽ ഈ അതുൽ എന്ന സ്റ്റേഷൻ കഴിഞ്ഞു. നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഈ പോർബന്ദർ എക്സ്പ്രസ്സിനെക്കാട്ടും ഒരു 2-3 കിലോമീറ്റർ ബാക്കിലേ ഉള്ളൂ. അതായത് ചുരുക്കി പറഞ്ഞാൽ ഈ 2 സ്റ്റേഷൻ അടയ്ക്കുമ്പോൾ 2 വണ്ടിയുണ്ട്. നമ്മുടെ അവിടെ ആണെങ്കിൽ എങ്ങനെയാണ്, നമ്മുടെ അവിടെ ആണെങ്കിൽ ഒരു 2 സ്റ്റേഷൻ അടയ്ക്ക് 1 വണ്ടിയേ പറ്റത്തുള്ളൂ. പക്ഷേ ഇവിടെ ഇപ്പോൾ നോക്ക് 2 സ്റ്റേഷൻ അടയ്ക്ക് 2 വണ്ടി ഉണ്ടാ. ഇതിപ്പോൾ ആ വണ്ടി തൊട്ട് മുണ്ടുള്ളതുകൊണ്ടാണ് ഇങ്ങനെ WL കിടക്കുന്നത്. അപ്പോൾ വണ്ടി പയ്യാണ് പോകുന്നത്. ഇനിയിപ്പോൾ കുറച്ചുകൂടെ കഴിയുമ്പോൾ ഗ്രീൻ വീഴുമ്പോൾ ഇത് വണ്ടി വിട്ടടിച്ച് പൊക്കോളും. ഇവിടെ ഒരു സ്പീഡ് റെസ്ട്രിക്ഷൻ കൂടെ ഉണ്ട്. നമ്മളിനി അടുത്ത് വൽസാദ് സ്റ്റേഷനാണ് സ്കിപ്പ് അടിക്കാൻ പോകുന്നത്. അത് ഒരു മെയിൻ ഇമ്പോർട്ടൻറ്റ് സ്റ്റേഷനാണ്. അത് സ്കിപ്പ് അടിക്കുന്നത് കാണിച്ചു തരാം ഇതിനടുത്ത്.
ഒന്നൊന്നര പോക്കാട്ടോ പോകുന്നത്, ഒരു രക്ഷയില്ല. കിടില പോക്ക്. നമ്മൾ വത്സാദ് മേടിച്ചൊരു NMG ഗുഡ്സ് ട്രെയിൻ ഓവർടേക്ക് അടിച്ചു. കിടിലം പോക്കാ, ഒരു രക്ഷയില്ല കേട്ടോ. ഇതുപോലെയൊക്കെ പോയാൽ മതി. നമ്മൾ സൂറത്തൊക്കെ ഏകദേശം എത്താറായിട്ടുണ്ട്. അതിന് മുന്നേ സച്ചിൻ എന്നൊരു സ്റ്റേഷൻ ഉണ്ട് ഇവിടെ കേട്ടോ. സച്ചിൻ, ആ സ്റ്റേഷൻ്റെ പേര് സച്ചിൻ എന്നാണ്. കാണിച്ചു തരാം. നമ്മളങ്ങനെ സൂറത്ത് എത്താറായി. അപ്പോൾ ഇനി മിക്കവാറും നമ്മളെ കുറേ നേരമൊക്കെ പിടിച്ചിടാൻ വെച്ചിട്ട്, കാരണം മുന്നിൽ പോയിരിക്കുന്ന പോർബന്ദർ എക്സ്പ്രസ് സൂറത്ത് കയറാൻ പോകുന്ന ഒരു 20 മിനിറ്റ് ബിഫോർ ടൈമാണ്. അപ്പോൾ അതിനെ ഓവർടേക്ക് ചെയ്ത് പോകുന്നത് എനിക്ക് തോന്നുന്നില്ല. എന്തായാലും നോക്കാം. നമ്മളിപ്പോൾ ഉദിന ജംഗ്ഷൻ ആകുന്നേ ഉള്ളൂ. നമ്മളങ്ങനെ സൂറത്ത് എത്തിക്കൊണ്ടിരിക്കുകയാണ്. സൂറത്തിൽ മിക്കവാറും ചവിട്ടുമായിരിക്കും നമ്മുടെ വണ്ടി. ഓറഞ്ച് ആയിരുന്നു ഫ്രണ്ടിൽ. അപ്പം സൂറത്ത് സ്റ്റേഷനിൽ പോയി ചവിട്ടുമായിരിക്കും. സ്കിപ്പ് അടിച്ച് പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കുറേ വണ്ടികൾ അവിടെ സൂറത്ത് സ്റ്റേഷനിൽ ബിഫോർ ടൈം അടിച്ച് കിടപ്പുണ്ട്. ഇവിടെ നിന്ന് അങ്ങോട്ട് പോകുന്നത് അവിടെ നിന്ന് തിരിച്ച് വരുന്നതും. അപ്പോൾ മിക്കവാറും പ്ലാറ്റ്ഫോം കാണത്തില്ല, അതായിരിക്കും ഇവിടെ ഇട്ടേക്കുന്നത്. എന്തായാലും നമ്മുടെ ഇന്ത്യൻ റെയിൽവേയിൽ ആദ്യമായിട്ടായിരിക്കും ഇതേപോലെ 1000 കിലോമീറ്റർ നോൺ സ്റ്റോപ്പ് ഓടുന്നൊരു വണ്ടി ഇറങ്ങുന്നത്. നോൺ സ്റ്റോപ്പ് എന്ന പേര് മാത്രമേ ഉള്ളൂ. അവിടെ എല്ലാം നിർത്തും, ഇതുപോലെ സിഗ്നലിന് വേണ്ടിയും ക്രൂ ചേഞ്ചിലൊക്കെ നിർത്തും. പക്ഷേ എങ്ങും സ്റ്റോപ്പൊന്നുമില്ല. അതുകൊണ്ട് വേണം നോൺ സ്റ്റോപ്പ് എന്ന് വേണം പറയാം. എന്തായാലും സംഭവം കൊള്ളാം. നമ്മുടെ തൊട്ട് മുന്നിൽ പോർബന്ദർ കിടപ്പുണ്ട്. 6:33 അത് വിടും. ഇപ്പോൾ സമയം 6:32. ഇപ്പോൾ മിക്കവാറും 6:33 അത് വിട്ട് കഴിഞ്ഞിട്ട് മിക്കവാറും നമ്മളങ്ങോട്ട് കയറ്റുമായിരിക്കും. ഈ മുംബൈ ജയ്പൂർ റൂട്ടിലെ ഫാസ്റ്റസ്റ്റ് വണ്ടി ഏതാണെന്നറിയോ? മുംബൈ സെൻട്രലിൽ നിന്നും ഹിസാർ വരെ പോകുന്ന ഒരു ദുരന്തോ എക്സ്പ്രസ് ഉണ്ട്. അതിന് വെറും 14.5 മണിക്കൂർ മതി. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു ജയ്പൂർ സൂപ്പർ ഫാസ്റ്റ് ഉണ്ട്. ഈ വണ്ടിക്ക് എനിക്ക് തോന്നുന്നു 5ാമത്തെ 6ാമത്തെ സ്ഥാനം എന്തോ ആണ് ഫാസ്റ്റസ്റ്റ് വണ്ടികളിൽ. ഈ വണ്ടിക്ക് അവർ WP7 ഏതെങ്കിലും WP5 WP4 ഏതെങ്കിലും ഒരു ലോക്കോ കൊടുക്കുകയായിരുന്നെങ്കിൽ നമ്മൾ ഇത്രയും നേരം സ്കിപ്പ് അടിച്ച് വന്ന സ്റ്റേഷൻസ് അല്ലെങ്കിൽ ഇവർ 130 പറപ്പിച്ചേനെ. അത് പക്ഷേ കൊടുത്തില്ല. സ്പെഷ്യലായതുകൊണ്ട് അവർ WAG9 കൊടുത്തു. പോർബന്ദർ പോയി കഴിഞ്ഞിട്ട് ഒരു 6:36 ആയപ്പോൾ നമുക്ക് സിഗ്നൽ കൊടുത്ത് അവരെടുത്തിരിക്കുകയാണ്. ഇനിയിപ്പോൾ സൂറത്ത് കൊണ്ട് ചവിട്ടുമോ എന്നറിയത്തില്ല, നോക്കാം. ലക്ഷണം കണ്ടിട്ട് എനിക്ക് തോന്നുന്നു ചവിട്ടുമെന്ന് തോന്നുന്നു. പയ്യാണ് പോകുന്നത്. മിക്കവാറും ചവിട്ടി സൂറത്തിൽ നമ്മളങ്ങനെ ചവിട്ടിയിരിക്കുകയാണ് ഗൈസ്. കുറേ ആൾക്കാരൊക്കെ കയറാൻ വേണ്ടി നിൽപ്പുണ്ട്. മിക്കവാറും ഇതിലൊക്കെ കയറണേ നോക്കിക്കുക. ഈ പുള്ളി വന്ന് ഓർഡർ എടുത്തിട്ട് പോയി ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാനൊരു താലി ഇവർ അനൗൺസ് ചെയ്യുന്നുണ്ട് കേട്ടോ. ആ പ്ലാറ്റ്ഫോം നമ്പർ 1 വന്ന വണ്ടി എങ്ങും നിർത്തത്തില്ല, അതുകൊണ്ട് ആരും കയറരുതെന്നും പറഞ്ഞുകൊണ്ട് അനൗൺസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് കുഴപ്പമില്ല കേട്ടോ. കുറേ പേരൊക്കെ വന്ന് ചോദിക്കുന്നുണ്ട് ഇത് അവിടെ പോയി. ഞാൻ പറഞ്ഞു ഇത് നോൺ സ്റ്റോപ്പ് വണ്ടിയുടെ എങ്കിലും നിർത്തുമല്ലെന്ന് പറഞ്ഞു. കുറേ പേര് ചോദിക്കുന്നുണ്ട്, ആർക്കും അറിയത്തില്ലല്ലോ. സൂറത്ത് നമ്മളൊരു 5 മിനിറ്റ് ഇട്ടിട്ട് നമ്മൾ എടുത്തിരിക്കുകയാണ്. ഇനി അടുത്ത മെയിൻ സ്റ്റേഷൻ വഡോദരയാണ്. അപ്പോൾ അവിടെ മിക്കവാറും എന്തായാലും ക്രൂ ചേഞ്ച് കാണും. അപ്പോൾ അവിടെ ആയിരിക്കും ഇനി നെക്സ്റ്റ് മേജർ സ്റ്റോപ്പ് കേട്ടോ.
നമ്മുടെ സ്പെഷ്യൽ ട്രെയിൻ ഒരു മെമുവിനെ ഓവർടേക്ക് അടിച്ചാണ് ഇപ്പോൾ കണ്ടത്. അത് സൂറത്ത് നിന്ന് ഭറൂച്ച് വരെ പോകുന്നൊരു മെമു ആണ്. അതിനെ ഓവർടേക്ക് അടിച്ച് നമ്മളൊരു സ്റ്റേഷനിൽ വെച്ചിട്ട്. നമ്മുടെ നോൺ സ്റ്റോപ്പ് സ്പെഷ്യലിൽ അങ്ങനെ ഇവിടെ സായൻ സ്റ്റേഷനിൽ കണ്ട് ഒതുക്കിയിരിക്കുകയാണ്. എന്തിനാന്ന് ചോദിച്ചാൽ സൂറത്തിൽ ഇപ്പം നമ്മുടെ മുംബൈ സെൻട്രൽ അഹമ്മദാബാദ് വന്ദേ ഭാരത് എക്സ്പ്രസ് വന്നിട്ടുണ്ട്. അത് ഓവർടേക്ക് അടിക്കും. അതേ ഓക്ക എറണാകുളം പോകുന്നു കണ്ട് പോകുന്നു ഓക്ക എറണാകുളം. അമ്മ ഇത് സർപ്രൈസ് ആയിപ്പോയല്ല. അമ്പോ അത് പിടിച്ച് ഓക്ക എറണാകുളം പോകുന്നു കണ്ട് അടിച്ച് വിട്ട് മിന്നിച്ച് 130-ൽ. അപ്പോൾ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ മുംബൈയിൽ നിന്ന് അഹമ്മദാബാദ് പോകുന്ന വന്ദേ ഭാരത് പുറകിലുണ്ട്. അത് കയറിപ്പോയിട്ടേ നമ്മൾ പോകത്തുള്ളൂ. അപ്പോൾ ഓവർടേക്ക് ആണ് ഇത്. വന്ദേ ഭാരതിനൊക്കെ എന്ത് നോൺ സ്റ്റോപ്പ്. ഏത് വണ്ടി മുന്നിൽ കയറിയാലും വന്ദേ ഭാരത് കയറിപ്പോവും. ഇങ്ങനെ വന്ദേ ഭാരത് പോയി നമ്മളും എടുത്തോണ്ടോ. വന്ദേ ഭാരത് പോയി 2 മിനിറ്റ് അതിനേ ഉള്ളൂ നമ്മളെടുത്ത്. ഓട്ടോമാറ്റിക് സിഗ്നലിങ്ങിൻ്റെ പ്രത്യേകത കണ്ടോ. വേറൊരു ഐറ്റം കൂടെ വരുന്നുണ്ട് പുറകിൽ. നമ്മുടെ മുംബൈ അഹമ്മദാബാദ് IRCTC തേജസ് എക്സ്പ്രസ്, മറ്റേ പ്രൈവറ്റ് ട്രെയിൻ ഇല്ല, അത് തേജസ്. അത് സൂറത്തെത്തി. അപ്പോൾ അതും മിക്കവാറും കയറും ഉടനെ തന്നെ. നമ്മളിപ്പോൾ ഭറൂച്ച് ജംഗ്ഷൻ സ്കിപ്പ് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. നോക്ക്, നമ്മളിപ്പോൾ ബറോഡയ്ക്ക് ഒരു 2 സ്റ്റേഷൻ മുമ്പ് മക്കർപുര എന്നൊരു സ്റ്റേഷനിലോട്ട് പിടിച്ചിട്ടു. ഓവർടേക്ക് ഒന്നും അല്ലെന്ന് തോന്നുന്നു. മുന്നിൽ 2-3 വണ്ടിയുണ്ട്, പോർബന്ദറുണ്ട്, പിന്നെ വേറെ 2-3 വണ്ടിയുണ്ട്. അപ്പോൾ അതുകൊണ്ടായിരിക്കും പിടിച്ചിട്ടേക്കണം. ഇവിടെ ഒരു ഗുഡ്സും എല്ലാം പിടിച്ചിട്ടുണ്ട്. ഇവിടെ നമ്മുടെ വണ്ടിയിൽ നല്ല ആളുണ്ട് കേട്ടോ. സ്ലീപ്പറൊക്കെ ഫുള്ളാണ്. അപ്പോൾ ആൾക്കാരൊക്കെ ഇങ്ങനെ വണ്ടി ഇരുത്തിയപ്പോൾ പുറത്തിറങ്ങി നിൽക്കുകയാണ്. ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ചെല്ലൊക്കെ ഉറങ്ങാനുള്ള പരിപാടിയൊക്കെയാണ്. പുറകിലൊരു ലൈറ്റ് കണ്ടോ, അത് നമ്മുടെ അഹമ്മദാബാദ് പോകുന്ന തേജസ് ആണ്. അത് വന്ന് പുറകെ വന്ന് ഉമ്മ വയ്ക്കാനുള്ള പരിപാടി എന്ന് തോന്നുന്നു. അതിനി കയറിപ്പോയാൽ ഇവിടെ സ്ഥലമൊന്നുമില്ല. അതുകൊണ്ട് തൊട്ട് പുറകെ വന്നിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ഭക്ഷണം വന്നിരിക്കുകയാണ്, രാത്രിയിലത്തെ ഡിന്നർ. ഇതെന്തേലും ചപ്പാത്തി എന്തെങ്കിലും, ചോറ്, പിന്നെ എന്തൊക്കെയോ സബ്ജിയുണ്ട്, പനീർ കറിയുണ്ട്, പിന്നെ ഒരു കുഞ്ഞ് രസഗുളയുണ്ട് കേട്ടോ. വഡോദരയ്ക്ക് തൊട്ട് മുമ്പുള്ള വിശ്വാമിത്രി എന്ന സ്റ്റേഷനിൽ വെച്ചിട്ട് തേജസ് കയറിപ്പോയി. നല്ല പണിയാണ് ഇപ്പോൾ നമുക്ക് ഇട്ടിരിക്കുന്നത്. വഡോദര അടുത്തെത്തിയിട്ട് നമ്മളിപ്പോൾ ഒരു മണിക്കൂർ അടുപ്പിച്ചാവുന്നു. ഇതിലായിട്ട് വഡോദര കയറാൻ പറ്റിയിട്ടില്ല. ആ തേജസ് കയറിപ്പോയി. നല്ല തേപ്പാണ് ഇട്ടിരിക്കുന്നത്. ഇനിയിപ്പോൾ എപ്പോൾ കയറുമെന്ന് അറിയത്തില്ല. ഇതുവരെ നമ്മൾ അടിച്ചു വിട്ട് വന്നു. പക്ഷേ ഇവിടെ നിന്ന് ഇനി അങ്ങോട്ട് ഇനി എങ്ങനെയാണെന്നൊരു പിടുത്തവുമില്ല. നമ്മളെ ബാക്ക് ടു ബാക്ക് ഓരോ വണ്ടികൾ ഓവർടേക്ക് അടിച്ചിട്ടിരിക്കുകയാണ്. ഇപ്പോൾ ഓവർടേക്ക് അടിച്ചത് ദാദറിന് അജ്മീർ പോകുന്ന സൂപ്പർ ഫാസ്റ്റാണ്. ശുഭം. ഞാൻ ഭക്ഷണം കഴിക്കാറുണ്ട്, അതാണൊന്ന് ഷൂട്ട് ചെയ്യാൻ പറ്റാതെ മര്യാദയ്ക്ക് ഓവർടേക്കൊന്നും. ഭക്ഷണം വലിയ ഗുണമൊന്നുമില്ലായിരുന്നു, കഴിച്ച് പിന്നാൻ അത്രേ ഉള്ളൂ. അടുത്ത വണ്ടിയും വരുന്നുണ്ടെന്ന് തോന്നുന്നു. ഒരു ദാദറിന് ഭുജ് പോകുന്ന സായാജി നഗരി എന്നൊരു വണ്ടിയുണ്ട്. അതിനിവിടെ സ്റ്റോപ്പുണ്ട്. അപ്പോൾ അതും മിക്കവാറും കയറിപ്പോവും. എന്നിട്ട് അതിൻ്റെ പുറകിൽ വേറെയുണ്ട് കുറേ വണ്ടികൾ. അതിൻ്റെ പുറകിൽ മുംബൈ സെൻട്രൽ ന്യൂഡൽഹി രാജധാനി തേജസ് രാജധാനി, പിന്നെ മുംബൈ സെൻട്രൽ ന്യൂഡൽഹി അഗസ്റ്റ് ക്രാന്തി രാജധാനി, ഇതെല്ലാം വല വരുന്നുണ്ട്. ഇതെല്ലാം കയറി മെയ് ഉറപ്പാണ്. ഇതേ വരുന്നതാണ് സായാജി നഗരി സൂപ്പർ ഫാസ്റ്റ് കേട്ടോ. അതിനിവിടെ സ്റ്റോപ്പുണ്ട്. ഇത് ബോംബെന്ന് ഭുജില്ലേ, ഭുജിലേക്ക് പോകുന്ന വണ്ടിയാണ് ഇത് കേട്ടോ.
രാജധാനി വരുന്നുണ്ട് കേട്ടോ. രാജധാനി സ്റ്റേഷനിൽ കയറുമ്പോൾ ഹോം സിഗ്നൽ അവിടെ നിന്ന് 1 കിലോമീറ്റർ ടു വിശ്വാമിത്രി എന്ന് കാണിക്കുന്നുണ്ട്. മുംബൈ സെൻട്രൽ, ന്യൂഡൽഹി, രാജധാനി ഇതാണ്ട് വരുന്നുണ്ട്. നമ്മുടെ ഈ യാത്രയിൽ നമ്മൾ ഈ വണ്ടിക്ക് കയറുന്നുണ്ട്. ഡൽഹിയിൽ നിന്ന് നമ്മൾ തിരിച്ച് മുംബൈക്ക് വരുന്ന ഈ വണ്ടിക്കാണ്. ദ കിങ് എന്നാണ് ഈ വണ്ടി അറിയപ്പെടുന്നത് കേട്ടോ. ഇതാണ് തേജസ് രാജധാനി എക്സ്പ്രസ്. അതായത് നമ്മുടെ തേജസ് എക്സ്പ്രസ്സിലെ പോലെ അതേപോലത്തെ കോച്ചാണ്. പക്ഷെ അകത്ത് ഫുള്ള് 3 ടയർ 2 ടയർ ഫസ്റ്റ് AC അങ്ങനത്തെ സംഭവമാണ്. ഇതാണ് തേജസ് രാജധാനി. ഫുള്ള് ഓട്ടോമാറ്റിക് ഡോറുള്ള വണ്ടിയാണ്. നമ്മൾ ഈ വണ്ടിയിൽ കയറുന്നുണ്ട് ഉടനെ തന്നെ. ഈ വഡോദര സ്റ്റേഷനിൽ നല്ല ട്രാഫിക്കാണ്. അതാണ് നമ്മളെ അവിടെ ഇവിടെയൊക്കെ പിടിച്ചിട്ടേക്കുന്നത്. 1 മണിക്കൂറിൽ കൂടുതലായി നമ്മളിപ്പം വഡോദര അടുത്ത് എത്തിയിരിക്കുന്നത്, അറിയോ? അയ്യോ, നമുക്കങ്ങനെ സിഗ്നൽ കിട്ടി. മറ്റേ ആഗസ്റ്റ് ക്രാന്തി രാജധാനി തൊട്ട് പുറയിലുണ്ട്. അതിന് മുന്നേ നമുക്ക് സിഗ്നൽ കിട്ടി കേട്ടോ. നോൺ സ്റ്റോപ്പ് സ്പെഷ്യൽ ആണ്. എത്ര നോൺ സ്റ്റോപ്പ് സ്പെഷ്യൽ എന്തുവാണ് ഇതൊക്കെ? അങ്ങനെ നമ്മൾ ഫൈനലി വഡോദര ജംഗ്ഷനിലേക്ക് കയറുകയാണ്. നമ്മുടെ ക്രൂ ഉണ്ടല്ലോ, അവർ ബാന്ദ്രയിൽ നിന്ന് കയറിയിട്ട് 2:40. ഇപ്പം സമയം 10 മണിയാവാറ്. ഇത്രയും നേരം അവരായിരുന്നു ഓടിച്ചുകൊണ്ടിരുന്നത്. മടുത്ത് കാണുമല്ലേ? ഇത്ര നേരമായിരിക്കും അല്ലേ? പിന്നെ ഇവിടെ നിന്ന് അടുത്ത ക്രൂ നമ്മുടെ വണ്ടിയിൽ കയറും. ഇവർ മിക്കവാറും രാത്രി രത്ലം എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്, അവിടം വരെ ആയിരിക്കും വർക്ക് ചെയ്യുന്നത്. നമ്മൾ രത്ലം വഴിയാണ് പോകുന്നത്. അപ്പോൾ രത്ലം വരെ ആയിരിക്കും ഇവിടെ നിന്ന് ഈ കയറുന്ന ഈ വഡോദര ക്രൂ വർക്ക് ചെയ്യുന്നത് കേട്ടോ. വഡോദരയിലെ പ്ലാറ്റ്ഫോം 4ലാണ് നമ്മൾ കയറ്റുന്നത്. ഇവിടെ ഇനി എത്ര നേരം ഇടുമെന്ന് ഒരു പിടുത്തവും ഇല്ല. നോക്കാം എന്തായാലും. പയ്യെ ഉരുണ്ടാണ് കയറുന്നതിലേക്ക്. എന്തോ ഉരുട്ടലാണോ എന്തോ. നമ്മുടെ വണ്ടിയിൽ പുതിയ ക്രൂ കയറുന്നുണ്ടോ? നോക്കണ്ട. അവരാണ് ഇനി ഇവിടെ നിന്ന് ഓടിക്കുന്ന ആൾക്കാരുണ്ട്. അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റ് ഉണ്ട്. അവരെ കണ്ട് കയറാൻ പോകണ്ട. അവരവിടെ റെഡി നിൽക്കുമായിരുന്നു ഇത്ര നേരം. നമ്മളിവിടെ നിന്ന് ഇനി റൂട്ട് മാറിപ്പോകും. നമ്മളിവിടെ നിന്ന് റൈറ്റ് എടുത്ത് രത്ലം ഭാഗത്തേക്കാണ് പോകുന്നത്. ഇവിടെ നേരെ അഹമ്മദാബാദ് ഭാഗത്തേക്ക്. അപ്പോൾ നമ്മളെ നേരെ ഇവിടെ നിന്ന് റൈറ്റ് എടുത്ത് പോകും. ഇനി ഇവിടെ നിന്ന് വിടുന്ന പോലെ ഇരിക്കും ബാക്കി കാര്യങ്ങൾ. 10:15 ഇപ്പോൾ സമയം കേട്ടോ. ഇപ്പോൾ വേണ്ട അപ്പുറത്തൊരു വണ്ടി വന്നു. ഇത് മറ്റേ സ്റ്റാച്യു ഓഫ് യൂണിറ്റിയിലോടുള്ള സ്റ്റേഷനിൽ ഏകതാ നഗർ. അവിടെ നിന്ന് അഹമ്മദാബാദ് പോകുന്ന ഒരു ജനശതാബ്ദിയാണ്. അതപ്പോൾ അതുകൊണ്ട് എടുത്തുകൊണ്ട് പോവുകയാണ്. അത് കയറി പോവുകയാണ് നമ്മൾ. പക്ഷേ വേറെ ലൈനാണ് പോകുന്നത്. പക്ഷെ അത് വന്നിട്ട് ഇപ്പോൾ കണ്ട് കയറി പോവാം. അയ്യോ, അങ്ങനെ ഫൈനലി നമ്മുടെ സ്പെഷ്യൽ ഇവിടെ നിന്ന് എടുക്കുവാണ്. ഇതിന് അതിന് നോൺ സ്റ്റോപ്പ് എന്ന് പറയത്തില്ല കേട്ടോ. പറഞ്ഞ ഇതിന് നാണക്കേടാണ്. പച്ച ലൈറ്റൊക്കെ അടിച്ച് നമ്മുടെ ക്രൂ വണ്ടി എടുക്കുകയാണ്. വണ്ടിക്കകത്ത് എല്ലാവരും ഉറങ്ങി. അപ്പം ഞാനും ഉറങ്ങട്ടെ. സമയം ഇപ്പം 11 മണി കഴിഞ്ഞു. ഗുഡ് മോർണിംഗ് ഗൈസ്. ഇപ്പോൾ രാവിലെ 6 മണിയായ സമയം. രാത്രി 1.5 പോക്കായി സാധനം പോയത്. ഞാൻ 2-3 ക്ലിപ്പ് എടുത്ത ആളുകൾ കാണിച്ചത്. ഒരു രക്ഷയില്ല, കീട്ടിലും പോക്ക്. രത്തിലും ക്രൂ ചേഞ്ചൊക്കെ ഉണ്ടായിരുന്നെന്ന് തോന്നുന്നു. നമ്മളിപ്പോൾ ഇനി അജ്മീറൊക്കെ അടുത്തെത്താറായിട്ടുണ്ട് ഏകദേശം. അജ്മീർ കയറത്തില്ല. അജ്മീർ ബൈപ്പാസ് ചെയ്ത് മദർ ജംഗ്ഷൻ വഴിയാണ് നമ്മൾ പോകുന്നത് കേട്ടോ. കാണിച്ചു തരാം.
നല്ല കീട്ടിലും പോക്കാം ഇത്. കാരണം ഇത് പോകുന്ന റൂട്ട് ഇത് ചിത്തോർഗഡ് വഴിയൊക്കെ വന്നത്, രത്തിലം ചിത്തോർഗഡ് വഴി. ആ റൂട്ട് വലിയ തിരക്കൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് ഇത് അടിച്ചുവിട്ടേക്ക് വന്നു. നമ്മളീ പോകുന്ന ലൈൻ സിംഗിൾ ലൈൻ കൂടാണ് കേട്ടോ. ചിറ്റോർഗഡ് മുതൽ മഡർ ജംഗ്ഷൻ വരെ സിംഗിൾ ലൈനാണ്. അപ്പോൾ നമ്മൾ പോകുന്ന ഈ റൂട്ട് സിംഗിൾ ലൈനാണ്. അതുകൊണ്ട് ക്രോസിങ്സ് ഉണ്ടാവും. പക്ഷേ ഇതുവരെയായിട്ടും ക്രോസിംഗ് ഒന്നും കിട്ടിയൊന്നുമില്ല. നോക്കാം, ഇനി കിട്ടുമോ നോക്കാം. കിട്ടിയാൽ ലേറ്റ് ആവും കേട്ടോ. ഇതിന് സ്റ്റോപ്പൊന്നും ഇല്ലാത്തതുകൊണ്ട് കറക്റ്റ് ഇതിൻ്റെ റണ്ണിങ് സ്റ്റാറ്റസ് അറിയാൻ പറ്റത്തില്ല. പക്ഷേ വേരസ് മെട്രിക് നോക്കിയപ്പോൾ 1 മണിക്കൂർ 26 മിനിറ്റ് ഡിലേ കാണിക്കുന്നുണ്ട്. അറിയില്ല, എന്തായാലും ജയ്പൂർ എത്തുന്നത് എത്ര മണിക്കാന്ന് നോക്കാം. പറഞ്ഞ് നാവെടുത്തില്ല. അതുകൊണ്ട് നമ്മളെ ക്രോസിങ്ങിന് പിടിക്കുകയാണ്. ഇത് സരേരി എന്ന് പറഞ്ഞ സ്റ്റേഷനാണ്. ഇവിടെ പിടിക്കുന്നത് ഒരു വണ്ടി വരുന്നുണ്ട്. ഡൽഹി സരൈ രോഹിലിൽ നിന്നും ജോധ്പൂർ വരെ പോകുന്ന ഒരു ചേതക് സൂപ്പർ ഫാസ്റ്റ് എന്ന് പറഞ്ഞ വണ്ടിയുണ്ട്. ചേതക്ക് എന്ന വണ്ടി വരാൻ വേണ്ടിയാണ് നമ്മളിവിടെ പിടിക്കുന്നത് കേട്ടോ. ഈ ചേതക്ക് എന്ന് പറഞ്ഞ വണ്ടി 3 മണിക്കൂർ ലേറ്റായിട്ട് വരുന്ന വണ്ടിയാണ് കേട്ടോ. അത് എന്തോ കാരണം കൊണ്ട് ലേറ്റായി. നമ്മളിപ്പോൾ ഉള്ളത് നോർത്ത് വെസ്റ്റേൺ റെയിൽവേയിലാണ്, രാജസ്ഥാനിലാണുള്ളത്. നോർത്ത് വെസ്റ്റേൺ റെയിൽവേയുടെ അജ്മീർ ഡിവിഷനാണിത്. അപ്പോൾ ചേതക്ക് പോയി ഇനി നമ്മളെ വിടുകയായിരിക്കും. ഇനി വേറെ ക്രോസിംഗ് ഒന്നും ഞാൻ നോക്കിയിട്ട് കണ്ടില്ല. ഇനിയിപ്പോൾ നമ്മൾ അജ്മീർ ബൈപ്പാസ് ഇതാണ് നമ്മൾ പോകുന്നത്. അജ്മീർ കയറാതെ ഒരു റൂട്ടുണ്ട് കേട്ടോ. അത് നേരെ ഇവിടെ നിന്ന് ബൈപ്പാസ് അടിച്ച് മഡർ ജംഗ്ഷൻ എന്ന സ്ഥലമുണ്ട്. നമ്മുടെ ട്രിവാൻഡ്രത്ത് നിന്ന് ഈയിടെ ഒരു സ്പെഷ്യൽ തുടങ്ങിയിട്ടുണ്ട്, ഒരു ട്രിവാൻഡ്രം മഡർ ജംഗ്ഷൻ എന്ന് പറഞ്ഞ്. അപ്പോൾ അത് കാണിച്ചു തരാം. രക്ഷയില്ല കേട്ടോ, കീട്ടിലും പോക്കായി സാധനം പോടുന്നത്. എങ്ങും നിർത്തില്ല. ഞാൻ ഇനിയിട്ട് പിന്നെ ആ ക്രോസിങ്ങിനല്ലാതെ എങ്ങും നിർത്തുന്നില്ല ഈ സാധനം. വെച്ച കാലത്ത് വേണ്ടത് അടിപൊളി പോക്കാട്ടോ, രക്ഷയില്ല. ആ ക്രോസിങ് കയറി ഈ സാധനം വിട്ടേ പിന്നെ ഇതേ ഭ്രാന്ത് പിടിച്ചാലോ കേട്ടോ. എന്തോ പോക്ക പോകണമെന്ന് പറയാം, ഒരു രസമില്ല. വീട്ടിലും പോക്ക് എങ്ങനെ ചവിട്ടുന്നില്ല. രാത്രിയിൽ നല്ല പോക്കായിരുന്നു, അച്ചാതി പോക്കായിരുന്നു. എൻ്റെ ദൈവം ഇത് പൊളിയായിട്ടോ, വണ്ടി ഒരു രസമില്ല, വീട്ടിലും വണ്ടി. നമ്മളൊരു 10 കിലോമീറ്ററും കൂടെ കഴിഞ്ഞാൽ നമ്മൾ അജ്മീറൊക്കെ എത്തും. അജ്മീർ ബൈപ്പാസ് അടിച്ച് നമ്മൾ പോകും. അപ്പോൾ ഇവിടെ കുറേ മലകളൊക്കെ കാണാൻ പറ്റും, അറിയാമല്ലോ. അജ്മീർ വന്നിട്ടുള്ളവർക്ക് അറിയാൻ പറ്റും. അജ്മീറിന് ചുറ്റിനും കുറേ മലകളുണ്ട്. അപ്പോൾ അജ്മീർ എത്താറായിട്ടുണ്ട് ഇപ്പോൾ ഏകദേശം.
നമ്മളിപ്പോൾ ആക്ച്വലി അജ്മീർ ബൈപ്പാസ് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. അതായത് ഇവിടെ നിന്ന് ഇടത്തോട്ട് ഇങ്ങനെ വളഞ്ഞ് റൈറ്റിലോട്ടാണ് ഈ ഒരു ട്രാക്ക് പോകുന്നത്. അപ്പോൾ ഈ ട്രാക്ക് നേരെ പോയി കയറുന്നത് മഡർ ജംഗ്ഷനിലേക്കാണ്. അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ ഈ ഇടത്തോട്ട് തിരിഞ്ഞ് അവിടെ നിന്ന് നേരെ ട്രാക്കുണ്ട്. ആ ട്രാക്കാണ് നേരെ അജ്മീറിലേക്ക് പോകുന്നത്. നമ്മളിങ്ങനെ ഒരു സർക്കിൾ പോലെ അടിച്ച്, സർക്കിളല്ല, ഇങ്ങനെ നേരെ ഇടത്തോട്ട് പോയിട്ടൊരു വളവെടുത്തിട്ടാണ് നമ്മളിനി നേരെ ഒരു മഡർ ജംഗ്ഷൻ ഭാഗത്തേക്ക് പോകുന്നത്. ഇപ്പോൾ ഇവിടെ നമുക്കൊരു ജംഗ്ഷൻ പോലെ കാണുന്നുണ്ടോ? ഇവിടെ ലൈൻ കണ്ടോ? ഈ ലൈന് മാർവാട് ജംഗ്ഷൻ ഉണ്ടല്ലോ, മാർവാട് നിന്ന് വരുന്ന ലൈനാണ്. അപ്പോൾ അത് ഇവിടെ വന്ന് ജോയിൻ ചെയ്തു. നമ്മളും വേണ്ട ഇവിടെ വന്ന് ജോയിൻ ചെയ്തു. കണ്ടോ? വേണ്ട ഈ താഴെ കൂടെ പോകുന്ന ലൈനാണ് അജ്മീറിലേക്ക് പോകുന്ന ലൈൻ. കണ്ടോ? നമുക്ക് ഒരു ട്രാക്കിൻ്റെ മുകളിൽ കൂടെ വേറെ ട്രാക്ക് കണ്ടോ? എനിക്ക് എന്തല്ലേ, എന്തൊക്കെ പരിപാടിയല്ലേ. ഈ ലൈൻ ഉണ്ടല്ലോ, ഈ ലൈന് മാർവാടെന്ന് അജ്മീർ കയറാതെ വരുന്ന ലൈനാണ്. അതായത് മാർവാടെന്ന് അജ്മീർ ബൈപ്പാസ് ചെയ്ത് വരുന്ന ലൈനാണിത്. നമ്മുടെ അജ്മീർ സിറ്റിയാണ് ഈ കാണുന്നത്. നമ്മുടെ മരുസാഗർ എക്സ്പ്രസ് ഒക്കെ ഇവിടെ നിന്നാണ് തുടങ്ങുന്നത്. അപ്പോൾ അജ്മീർ സിറ്റിയുടെ ഒരു ഫുൾ വ്യൂ നമുക്ക് ഈ ട്രെയിനിൽ കൂടെ പോകുമ്പോൾ ഇവിടെ നിന്ന് കാണാൻ പറ്റും കേട്ടോ. ഫുള്ള് കാണാൻ പറ്റും കേട്ടോ. കാണുന്നതെല്ലാം നമ്മുടെ അജ്മീറാണ് കേട്ടോ. ചുറ്റിനും മലകളാണ്, അജ്മീറിന് ചുറ്റിനും ഫുള്ള് മലകളാണ് ഇവിടെ. ഇപ്പോൾ വീണ്ടും അപ്പുറത്തെ ലൈൻ വന്നിട്ട് ഈ ഒരു ഭാഗത്തേക്ക് ചേർന്നിട്ടുണ്ട്. ആ ലൈൻ വന്നത് അജ്മീർ നിന്നാണ്. അജ്മീർ ജംഗ്ഷനിൽ നിന്നും ഈ മദാർ ജംഗ്ഷനിലേക്ക് വരുന്ന ലൈനാണത്. ഇങ്ങനെ പല പല ലൈനുകൾ വന്ന് ലാസ്റ്റ് ഇവിടെ ഒറ്റ ലൈനായിട്ട് മാറുകയാണ്. ഇനി ഇപ്പോൾ നമ്മൾ നേരെ നമ്മൾ ജയ്പൂർ റൂട്ടിലേക്ക് കയറുകയാണ്. ഇവിടുന്ന് ഫുലേറ എന്ന സ്ഥലം വഴിയാണ് നമ്മൾ ജയ്പൂർ പോകുന്നത് കേട്ടോ. അപ്പോൾ ഇതാണ് മറ്റേ മദാർ ജംഗ്ഷൻ എന്ന സ്ഥലം. ഇവിടേക്കാണ് നമ്മുടെ ട്രിവാൻഡ്രം മദാർ മറ്റേ സ്പെഷ്യൽ ഉണ്ടല്ലോ, അത് വരുന്നത് ഇവിടം വരെയാണ് കേട്ടോ. ഇത് ഇവിടെ അജ്മീർ ഔട്ട്സ്കേർട്സിലുള്ളൊരു സ്റ്റേഷനാണ്. ഇവിടെ എനിക്ക് തോന്നുന്നു കോച്ചിൻ ഡിപ്പോ ഒക്കെ ഉണ്ടെന്ന് തോന്നുന്നു. ഇവിടെ അത്യാവശ്യം ചെറിയ വണ്ടികളൊക്കെ ഇവിടെ നിന്ന് ഓപ്പറേറ്റ് ചെയ്യുന്നൊരു സ്ഥലം കൂടാണ്. വണ്ടി നിർത്തിയ ഉടനെ തന്നെ നമ്മുടെ അസിസ്റ്റൻറ്റ് ലോക്കോ പൈലറ്റായിരുന്നു തോന്നുന്നു, പുള്ളി ഇറങ്ങിയതാണ്ട് എനിക്ക് തോന്നുന്നു യൂറിൻ പാസ് ചെയ്യാൻ വല്ലതും പോകുമായിരിക്കും. നോക്ക്, പുള്ളി അങ്ങോട്ടൊക്കെ ഓടി. കഷ്ടമുണ്ട് കേട്ടോ ഇവരുടെ ഒക്കെ അവസ്ഥ. നോക്ക്, ഈ ലോക്കോ പൈലറ്റ്സ് നേരിടുന്ന മെയിൻ ഒരു പ്രോബ്ലമാണ് ഈ ബാത്റൂമിൽ പോകുന്ന പരിപാടി. ഇപ്പോൾ യൂറിൻ പാസ് ചെയ്യണമെങ്കിലും ബാക്കിയുള്ള പരിപാടിക്കാണെങ്കിലും ഇവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം ഇത് കണ്ടിന്യൂസ് ഓടിച്ചുകൊണ്ടിരിക്കുന്ന വണ്ടിയാണെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ട്. എവിടെയെങ്കിലും ഈ സിംഗിൾ ലൈൻ ക്രോസിംഗ് ഒക്കെ ആണെങ്കിൽ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ഇറങ്ങി, എന്നാലും അങ്ങനെ പോകാൻ പാടില്ലെന്നാണ് ശരിക്കും. എന്തായാലും അവസ്ഥ ഭയങ്കര മോശം അവസ്ഥ ഇവരുടെയൊക്കെ. അപ്പോൾ അങ്ങനെയുള്ളതുകൊണ്ട് അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള അസുഖങ്ങളൊക്കെ ഇവർക്ക് വരാറുണ്ട് അങ്ങനെ എപ്പോഴും. അങ്ങനെ കൊടിയൊക്കെ വീശി നമ്മൾ മദാർ ജംഗ്ഷനിൽ നിന്നും പുറപ്പെട്ടിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നു ഇനി ക്രൂസ് ചേഞ്ച് ഒന്നും ഇല്ലെന്ന് തോന്നി. ഇനി നേരെ ജയ്പൂരായിരിക്കും. കാരണം ഇവിടെ നിന്ന് ഇനി ഒരു 100-120 കിലോമീറ്ററേ ഉള്ളൂ ജയ്പൂർക്ക്. രാവിലെ കഴിക്കാൻ വേണ്ടി പനീർ പക്കോട എന്നുള്ള സാധനം വാങ്ങിച്ചോട്ടോ. അതും പിന്നെ പുകയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞാനിത് വാങ്ങിച്ചു. ജയ്പൂരിന് മുമ്പുള്ള ഫുലേറ ജംഗ്ഷൻ എന്നൊരു സ്റ്റേഷൻ സ്കിപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത്യാവശ്യം മെയിൻ ഒരു സ്റ്റേഷനാണ്, ഒരു ജംഗ്ഷനാണ്. അതിങ്ങനെ ഹോണടിച്ച് സ്കിപ്പ് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ശ്രദ്ധിച്ച കാര്യം, ഈ സ്റ്റേഷൻ സ്കിപ്പ് അടിക്കുമ്പോൾ ലോക്കോ പൈലറ്റുമാർ ഭയങ്കര ഹോണടി കണ്ടോ. നല്ല രസമുണ്ടാകും ഹോണടി കേൾക്കാൻ വേണ്ടിയിട്ട്.
നമ്മുടെ നോൺ സ്റ്റോപ്പ് സ്പെഷ്യൽ ഒരു അരമുക്കാൽ മണിക്കൂർ ലേറ്റാണ്. ഇപ്പോൾ സമയം 8:47 8:45 കയറാനാണ്. മിക്കവാറും ഒരു 9:20 9:30 അടുപ്പിച്ചാകുമ്പോഴേ കയറത്തുള്ളൂ. നമ്മളൊരു വണ്ടിയിൽ ഇപ്പോൾ ഓവർടേക്ക് അടിക്കാൻ പോവാണ്. ഭോപ്പാലിന് ജയ്പൂർ പോകുന്നൊരു എക്സ്പ്രസ് അവിടെ അടുത്ത സ്റ്റേഷനിൽ കിടപ്പുണ്ട്. നമ്മളിപ്പോൾ ഇങ്ങനെ കയറി ഓവർടേക്ക് അടിക്കും. സ്പെഷ്യൽ ട്രെയിൻ വരെ നോർമൽ എക്സ്പ്രസ് ട്രെയിൻ ഓവർടേക്ക് അടിക്കുന്നത് എന്താ അല്ലേ, അത്രയ്ക്ക് പ്രയോറിറ്റി. ആദ്യമായിട്ടാണ് ഒരു സ്പെഷ്യൽ ട്രെയിനിൽ കയറിയിട്ട് ഇത്രയ്ക്ക് പ്രയോറിറ്റി കിട്ടി പോകുന്നത്. അത് ഒരു എക്സ്പ്രസ് ട്രെയിനാണ്, അതറിയോ? എക്സ്പ്രസ് ട്രെയിനിനെ ഒരു സ്പെഷ്യൽ ട്രെയിൻ കയറി ഓവർടേക്ക് അടിക്കാൻ വെച്ചൊന്ന് ആലോചിച്ച് ചോദിക്കുക. അപ്പോൾ ഇതിന് പ്രയോറിറ്റി എന്തുമായിരിക്കുമെന്ന്. അത് ഭോപ്പാലിന് ജയ്പൂർ പോകുന്നൊരു എക്സ്പ്രസ് ആണ്, അതിനെ കയറി ഇത് ഓവർടേക്ക് അടിച്ചു. എന്തുവാണ് ഇതൊക്കെ? ഇന്ത്യൻ റെയിൽവേയിലെ പാസഞ്ചർ ട്രെയിനുകളിൽ ഏറ്റവും കുറവ് പ്രയോറിറ്റി കിട്ടുന്നതാണ് സ്പെഷ്യൽ ട്രെയിനുകൾ. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയത് ഇതെന്താ സംഭവം എന്ന്. ഇത് നോൺ സ്റ്റോപ്പ് സാധനമാണ്. ഇത് ഒരു രക്ഷയില്ല. ഇതൊരു അണ്ടർ റേറ്റഡ് വണ്ടി തന്നെ ഇത് കേട്ടോ. ജയ്പൂർ ആവാറായപ്പോൾ വണ്ടിക്ക് ഭ്രാന്ത് പിടിച്ചോളൂ കേട്ടോ. അമ്മാതിരി പോക്കാണ്. നമ്മളിപ്പോൾ സ്കിപ്പ് ചെയ്ത ജയ്പൂരിന് തൊട്ട് മുമ്പുള്ള സ്റ്റേഷനാണ്. നമ്മളിപ്പോൾ ജയ്പൂർ എത്താറായി. സാധാരണ ഇതേപോലെ വണ്ടികളൊക്കെ ഡെസ്റ്റിനേഷൻ എത്താറാകുമ്പോൾ അവിടെയൊക്കെ പിടിച്ചിടും. ഇത് നേരെ അങ്ങ് പോവാ, അടിച്ച് വിട്ട്. അയ്യോ, കീട്ടുന്ന എക്സ്പീരിയൻസ് കേട്ടോ, ഒരു രക്ഷയില്ല. അടിപൊളി പോക്കായി സാധനം പോലെ. നമ്മളങ്ങനെ രാജസ്ഥാൻ്റെ തലസ്ഥാനമായ ജയ്പൂർ എത്തിക്കൊണ്ടിരിക്കുകയാണ്. അയ്യോ, ഇതെന്തോ പോക്കാണ് പോകുന്നത്. എനിക്ക് ഇത് കണ്ടിട്ട് എനിക്ക് ഭ്രാന്ത് പിടിക്കുന്നില്ല. ലാസ്റ്റ് എന്തോ പോക്കേ സാധനം പോണേ. ഇത് ഇവിടെ എത്താറായപ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ നോൺ സ്റ്റോപ്പ് എന്ന ആ ഒരു വാക്കിന് ശരിക്കും ഒരു അർത്ഥം വന്നത് കേട്ടോ. ഓ, കീട്ടിലും പോക്ക്, ഒരു രക്ഷയില്ല. ആ ജീനയിലൊക്കെ മാക്സിമം പവർ എടുത്തിട്ടാണ് ഈ സാധനം പോണേ. മാക്സിമം സ്പീഡ് അതിന് 90-100 ഉള്ളൂ. പക്ഷെ അത് മാക്സിമം യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട് ക്രൂ. ഇപ്പോഴാണ് നമ്മുടെ വണ്ടി ഒന്ന് ചവിട്ടുന്നത്. അവിടെ ജയ്പൂർ ഹോം സിഗ്നൽ അവിടെ പറയാം. അതുവരെ കീച്ചം പോക്കെന്ന് വെച്ചാൽ കീച്ചം പോക്ക്, ഒരു രക്ഷയില്ല. എൻ്റെ ദൈവമേ, ഇപ്പോഴാണ് വണ്ടി ഒന്ന് ചവിട്ടി സ്റ്റേഷനിൽ കയറാൻ പോകായിരിക്കും. ഇപ്പോൾ സിഗ്നൽ ഓൾറെഡി കൊടുത്തിട്ടേക്കോ നോക്കാം. അപ്പോൾ പിടിക്കുന്നൊന്നുമില്ല. നേരെ കയറ്റുക കണ്ടോ. ഹോം സിഗ്നലൊക്കെ ക്ലിയറാണ് കണ്ടോ. നേരെ കയറ്റിയാൽ മാത്രം മതി. ഇനി എന്തുവാ അല്ലേ, കീട്ടിൽ റണ്ണ്. ആൾക്കാരൊക്കെ ഇറങ്ങിയിട്ട് നമുക്ക് പയ്യെ ഇറങ്ങാം കേട്ടോ, കാരണം നല്ല തിരക്കുണ്ട്. വണ്ടിക്കകത്ത് എല്ലാവരും ഇവിടെ ഇറങ്ങുമല്ലോ. നമ്മളങ്ങനെ ജയ്പൂരിലേക്ക് ഇങ്ങനെ മന്ദം കയറിക്കൊണ്ടിരിക്കുകയാണ്. പയ്യെ സ്വിച്ച് ചെയ്ത് ആദ്യമായിട്ട് അവിടെ ഒരു ട്രെയിനിൽ കയറിയിട്ട് അതിൻ്റെ ഡെസ്റ്റിനേഷനിൽ എങ്ങും പിടിക്കാതെ ഇത്ര അടിപൊളിയായിട്ട് എത്തുന്നത് കേട്ടോ. എൻ്റെ ദൈവമേ, അത് സ്പെഷ്യൽ ട്രെയിൻ. നമ്മളങ്ങനെ ജയ്പൂർ ജംഗ്ഷനിലേക്ക് കണ്ട് ഫൈനലി കയറിയിരിക്കുകയാണ്. ഇപ്പോൾ സമയം 9:11 8:45 കയറേണ്ടതാണ്. ശകല ലേറ്റേ ഉള്ളൂ. എന്നിട്ട് ലാലാഗുഡയുടെ ജീടയിലൊക്കെ കിടക്കുന്നത്. ലാലാഗുഡ ജീട ഇവരെ നമ്മളങ്ങനെ ജയ്പൂർ ജംഗ്ഷനിൽ കയറിയിരിക്കുകയാണ്. പ്ലാറ്റ്ഫോം നമ്പർ 5 കേട്ടോ. നേരെ കയറ്റി എങ്ങും പിടിച്ചിട്ടില്ല, ഒരു രക്ഷയില്ല, കീട്ടില പോക്കായിരുന്നു. അങ്ങനെ നമ്മുടെ നോൺ സ്റ്റോപ്പ് സ്പെഷ്യൽ നോൺ സ്റ്റോപ്പായിട്ട് കണ്ട് ഇവിടെ ജയ്പൂരിൽ വന്നിരിക്കുകയാണ്. അടിപൊളി കേട്ടോ, കീട്ടിലുള്ള എക്സ്പീരിയൻസ് ആണ്.
എൻ്റെ മോനെ കിടിലൻ എക്സ്പീരിയൻസ് എന്ന് വെച്ചാൽ കിടിലൻ എക്സ്പീരിയൻസ്. ഇന്നലെ രാത്രി വഡോദര ഭാഗത്ത് കുറച്ച് തേപ്പ് കെട്ടിയത് ഒഴിച്ച് നിർത്തിയാൽ ബാക്കി റണ്ണ് രക്ഷയില്ല. ഇതിന് WP7 ലോക്കും കൂടെ ആയിരുന്നു 4 Jക്ക് കിടിലമായിരുന്നേ. ജൂൺ വരെ ഈ വണ്ടി സർവീസ് എടുത്തുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ആരും ഈ വണ്ടിയിൽ ഒന്ന് യാത്ര ചെയ്ത് നോക്കുക. നല്ല എക്സ്പീരിയൻസ് ആണ്. ഒരു രക്ഷയില്ലാത്ത പോക്കായി സാധനം പോയത് കേട്ടോ. മരണപ്പോക്കെന്ന് പറഞ്ഞില്ല, അതേപോലെ പോക്കാണ് പോയത്. ആ ലോക്കോടെ മാക്സിമം പെർഫോമൻസ് എടുത്ത് ഇവർ വണ്ടി ഓടിച്ചിട്ടുണ്ട്. കീടനം ഞാൻ ഭയങ്കര ഹാപ്പി ആയിപ്പോയി, അടിപൊളിയായി. സാറിന് എവിടെയൊക്കെ വണ്ടി പിടിച്ചിടുന്നതല്ല, ഇത് എങ്ങും പിടിച്ചിട്ടില്ല. നമ്മുടെ നോൺ സ്റ്റോപ്പ് സ്പെഷ്യലിൻ്റെ സാരഥിയായിരുന്നു ഇത്, ഗോമോടെ WG9. അതിവിടെ വന്നപ്പോൾ തന്നെ അവർ ലോക്കമൊക്കെ ഓഫ് ചെയ്ത് അതിന് ഊരി മാറ്റാനുള്ള പരിപാടിയാണ്. എന്തായാലും നല്ല കിടില പോക്കായിരുന്നു ഈ സാധനം പോയത് കേട്ടോ. ഞാൻ ആ ലോക്കപ്പ് അടിച്ചേട്ടൻ പറഞ്ഞ് നല്ല കിടില ഓടിയിലായിരുന്നു. ഞാൻ പറഞ്ഞു പോയപ്പോൾ തന്നെ വേറെ കുറേ ആൾക്കാർ പോയി പറയുന്നുണ്ട്. ഞാൻ പറഞ്ഞപ്പോൾ ആ പുള്ളി പറയാ വണ്ടി ലേറ്റ് ആയിരുന്നല്ലോ അതുകൊണ്ടാണ് വരെ. എൻ്റെ ദൈവമേ, പുള്ളി ഭയങ്കര തഗ്ഗായിരുന്നു. അപ്പം ജയ്പൂർ സ്റ്റേഷനിൽ ഇവിടെ റിനോവേഷൻ വർക്കൊക്കെ നടക്കുന്നതുകൊണ്ട് പലയിടത്തുമൊക്കെ പൊളിച്ചിട്ടേക്കുവാണ്. അപ്പോൾ നമുക്കിനി നേരെ എൻട്രൻസിന് അങ്ങോട്ട് പോകാം കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് ജയ്പൂർ റെയിൽവേ സ്റ്റേഷനിൽ വന്ന് ഇറങ്ങുന്നത്. ഇതാണ് നമ്മുടെ ജയ്പൂർ ജംഗ്ഷൻ കേട്ടോ. ഇവിടെ മൊത്തം പണി നടക്കുന്നതുകൊണ്ട് ഇവർ അവിടെ ഇവിടെയൊക്കെ ബ്ലോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒറ്റ വഴിക്കെങ്ങാണ്ട് ഇറങ്ങാൻ പറ്റത്തുള്ളൂ കേട്ടോ. ഇതാണ് നമ്മുടെ ജയ്പൂർ ജംഗ്ഷൻ്റെ കെട്ടിടം കേട്ടോ. ഫുള്ള് അടിപൊളി, നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട്. നല്ല തിരക്കാണ് ഇപ്പോൾ രാവിലെ. നമ്മൾ ജയ്പൂർ താമസിക്കുന്ന ഹോട്ടലാണ്. ഇതാണ് ഹോട്ടൽ മൈൽ സ്റ്റോൺ 251 എന്നൊരു ഹോട്ടലാണ്. ഗോവ വഴി ബുക്ക് ചെയ്താണ്. ഇവിടെയാണ് നമ്മൾ റൂം എടുത്തിരിക്കുന്നത്. ഇതാണ് നമ്മൾ ഇന്ന് താമസിക്കുന്ന ജയ്പൂരിലെ മുറി. അത്യാവശ്യം കൊള്ളാം, കുഴപ്പമില്ല, ഒരു ആവറേജ് മുറി അത്രേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ നോൺ സ്റ്റോപ്പ് വണ്ടിയുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് ശ്രദ്ധിക്കുന്നു. കിടിലൻ വണ്ടിയായിരുന്നു, നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു, കിടിലൻ എക്സ്പീരിയൻസ് ആയിരുന്നു. വഡോദര ഭാഗത്ത് വെച്ച വണ്ടി കുറച്ച് തേപ്പ് കെട്ടുന്നതല്ലാണ്ട് ബാക്കി കിടിലൻ റണ്ണാണ്. അപ്പോൾ നമ്മളിനി അടുത്ത് കാണാൻ പോകുന്നത്, നമ്മൾ ഇനി ജയ്പൂരിൽ നിന്നും ഡൽഹിക്ക് പോവുകയാണ്. ജോധ്പൂർ ഡൽഹി വന്ദേ ഭാരത് എക്സ്പ്രസ്. അതിന് മുന്നേ നമുക്ക് ജയ്പൂരിലെ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഒരു ലാൻഡ് മാർക്കുണ്ട്, ഹവാമഹൽ. അതും കൂടെ കണ്ടാണ് നമ്മൾ ഡൽഹിക്ക് പോകുന്നത്. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് നമ്മൾ കയറാൻ പോകുന്ന ഇതിലും മികച്ച വണ്ടിയിലാണ്, പ്രയാഗ്രാജ് ഹംസഫർ. അയ്യോ, അത് ഒരു രക്ഷയില്ല, ഇതിനെക്കാട്ടും വലിയ ഐറ്റമാണ്. അപ്പോൾ വഴിയെ വരുന്നുണ്ട്. അപ്പോൾ അടുത്ത ദിവസം കാണാം. ബൈ.